സിറാജ് സാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 50 റൺസിന് ശ്രീലങ്ക എറിഞ്ഞ് ഒതുക്കിയതിനെ ഇന്നത്തെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ഇതുവരെ നോക്കുവാണെങ്കിൽ ഇന്ത്യ ലൈറ്റായിട്ട് എടുക്കുമായിരുന്നു ഓരോ ടീമും. ഒമാനെ വിളിക്കുന്നു, ലൈറ്റായിട്ട് എടുക്കുന്നു, എക്സ്പെരിമെന്റ് കാഴ്ചവെക്കുന്നു, ഒമാനെ തോൽപ്പിച്ചു കൊടുക്കും. എന്നാൽ ഇന്ന് ശ്രീലങ്ക നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് സൂപ്പർ ഓവറിൽ ജയിച്ച് കയറി. അല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ മത്സരം തോറ്റാരെ. ഇന്നത്തെ മത്സരം തോറ്റാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. എന്നാലും ഫൈനലിന് മുമ്പ് ഇന്ത്യൻ ടീമിന് ചെറിയൊരു അടി കിട്ടിപ്പോയനെ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ചെറിയൊരു അടി തന്നെയാണ്. ഇന്ത്യയുടെ ബോളർമാർ എക്സ്പോസ് ആയ ഒരു ദിവസം, ഫാസ്റ്റ് ബോളർമാരായാലും സ്പിന്നർമാരായാലും എക്സ്പോസ് ആയ മറ്റൊരു ദിവസം. എന്നാൽ ഈ ബോളർമാർ തന്നെ ടീമിന് മാച്ച് തിരിച്ചു കൊടുത്തു. പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തി ആയാലും കുൽദീപ് ആയാലും അർഷ്ദീപ് സിംഗ് ആയാലും അവർക്ക് അടി കൊണ്ടുവെങ്കിലും അവർ മാച്ചിനെ തിരിച്ച് ടീമിന് കൊടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ സൂപ്പർ ഒരു മത്സരമായിരുന്നു. ടോസ് കിട്ടിയ ശ്രീലങ്ക എന്തായാലും ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നു. സൂര്യകുമാർ യാദവ് പറഞ്ഞു ഓക്കെ ബാറ്റ് ചെയ്ത് നോക്കാം, എന്തും സംഭവിക്കാമല്ലോ, ഫൈനലാണെങ്കിലും എന്തും സംഭവിക്കാം, ടോസ് നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നൊന്നുമില്ല. സൂര്യകുമാർ യാദവ് ആ ചലഞ്ച് ഏറ്റെടുക്കുന്നു, ബാറ്റിങ്ങിന് വരുന്നു. 2025 ഏഷ്യ കപ്പിൽ ആദ്യമായിട്ട് ടീം 200 കണ്ടെത്തുന്നു. അത് ഇന്ത്യൻ ടീമാണ്. എന്നാൽ ചേസ് ചെയ്യാൻ വന്ന ശ്രീലങ്ക അനായാസം ആ സ്കോറിലേക്ക് എത്തുമെന്ന് തോന്നിച്ചു. എങ്കിലും അവർക്ക് സ്കോർ ഡ്രോ ചെയ്യാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ ബോളർമാരുടെ ഒരു കംബാക്കിൽ മത്സരം ഡ്രോ ആക്കി. എന്നാൽ മത്സരം സൂപ്പർ ഓവറിലോട്ട് പോയി. സൂപ്പർ ഓവർ എന്താണ് നമ്മൾ കാണേണ്ടത്? ഒരു 15 റൺസ് അല്ലെങ്കിൽ ഒരു 18 റൺസൊക്കെ ശ്രീലങ്ക എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ കേവലം 2 റൺസിന് അർഷ്ദീപ് സിംഗ് എന്ന സ്പെഷ്യലിസ്റ്റ് ബോളർ ശ്രീലങ്കയെ പിടിച്ചു കെട്ടാനായി സൂപ്പർ ഓവറിൽ ഫസ്റ്റ് ബോൾ തന്നെ സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യാൻ വരുന്നു. ഒരു ഡ്രൈവ് ചെയ്യുന്നു, 3 റൺസ് എടുത്ത് മത്സരം ഇന്ത്യയെ വിജയിപ്പിക്കുന്നു. നോക്കുവാണെങ്കിൽ ഒരു എക്സൈറ്റിംഗ് ഡേ ആയിരുന്നു. ചെറിയൊരു ഫൈനൽ ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ഫൈറ്റ് ചെയ്തു രണ്ട് ടീമും. സൂപ്പർ ഓവർ വരെ വന്നു. ഒരു അൺഒഫീഷ്യൽ മാച്ചാണെന്ന് തോന്നിയതേ ഇല്ല. അതുപോലെ ഒരു ഫൈറ്റ് കൊടുക്കാൻ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് വലിയൊരു ഫൈറ്റ് ആരും കൊടുത്തില്ലായിരുന്നു. എന്നാൽ ശ്രീലങ്കയ്ക്ക് ആ ഒരു ഫൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ശ്രീലങ്കയ്ക്ക് ആ ഫൈറ്റ് കൊടുത്തെങ്കിലും ശ്രീലങ്ക പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഇന്ത്യയോട് ഇത് കാണിച്ച ഒരു പ്രകടനം ബംഗ്ലാദേശിന്റെ കൂടെ പാകിസ്ഥാനോടോ കാണിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ കൂടെ ഫൈനൽ കളിക്കാമായിരുന്നു ശ്രീലങ്കയ്ക്ക്. സോ ഇത് നോക്കുവാണെങ്കിൽ ഒരു അൺഒഫീഷ്യൽ മാച്ച് ആയിരുന്നു. ശ്രീലങ്ക ഒരു പ്രഷറും ഇല്ലാതെ വന്ന് ഫ്രീ ആയിട്ട് കളിക്കാനുള്ള അവസരം കിട്ടി. അതിനെ അവർ യൂട്ടിലൈസ് ചെയ്തു. നോക്കുവാണെങ്കിൽ നിസ്സംഗ എന്നാ സൂപ്പർ ബാറ്റിംഗ് കാഴ്ചവെച്ച് നോക്കിക്കേ. അഭിഷേക് ശർമ്മയെക്കാട്ടി കൂടുതൽ സ്ട്രൈക്ക് റേറ്റിലാണ് വന്ന് കളിച്ചിട്ട് പോയി. ഞാൻ വിചാരിച്ചു ഏഷ്യ കപ്പിൽ ആരെങ്കിലും 100 അടിക്കുവാണെങ്കിൽ അത് അഭിഷേക് ശർമ്മ ആയിരിക്കും എന്നാണ് വിചാരിച്ചു. എന്നാൽ അഭിഷേക് ശർമ്മയെ വെട്ടി നിസ്സംഗ. വിരാട് കോഹ്ലിക്ക് ശേഷം ബാബർ അസാമിന് ശേഷം നിസ്സംഗയും ആ ഒരു കാറ്റഗറിയിലോട്ട് വന്നേക്കുവാണ്. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാരെ തല്ലി തകർക്കുന്ന ഒരു പഠനം കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് അർഷിത് റാണ സാർ ഒന്ന് ചൊറിയാൻ പോയത് മാത്രമേ റാണ സാറിന് ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം കണ്ണീന്ന് പൊന്നീച്ച പറക്കുന്ന അടി അടിച്ചത്. റാണ ഒരു ഓവറിൽ വഴങ്ങുന്നത് 15 റൺസാണ്. പവർ പ്ലേക്കകത്ത് റാണ എറിയാൻ വരുന്നു 15 റൺസാണ് റാണ വഴങ്ങിയത്. ഇന്ത്യയുടെ ബോളർമാർ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും കണക്കിന് കൊണ്ടു. ഹാർദിക് പാണ്ഡ്യയും ബുംറയും അങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേന് ഇന്ത്യയുടെ ബോളർമാർ എക്സ്പോസ് ആയ ദിവസം. അറിയാൻ വയ്യ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നികളാണോ ഇനി അടുത്ത കളിയിൽ കളിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഒറ്റ ഒരു ഓവറെ എറിഞ്ഞുള്ളൂ ഹാർദിക് പാണ്ഡ്യ. അത് കഴിഞ്ഞ് നേരെ ഡ്രസ്സിംഗ് റൂമിലോട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് പവർ പ്ലേക്കകത്ത് സൂര്യകുമാർ യാദവിന് തേർഡ് സീമർ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അർഷ്ദീപ് സിംഗിന് അടി കൊണ്ട് ഒരു ഓവറിൽ 15 റൺസ് അർഷ്ദീപ് സിംഗ് വിട്ടുകൊടുക്കുന്നത്. അർഷിത് റാണ വരുന്ന ഒരു ഓവറിൽ 15 റൺസാണ് വിട്ടുകൊടുക്കുന്നത്. നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർക്ക് നല്ല രീതിയിൽ പണിഷ്മെന്റ് കിട്ടി. നിസ്സംഗയും കുശാൽ പെരേരയും കൂടെ ചേർന്ന് ടച്ചൊടിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ ബോളർമാരെ. അതുപോലത്തുള്ള അടിയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ബോളർമാർ തന്നെ ഇന്ത്യക്ക് മത്സരം വിജയിപ്പിച്ചു കൊടുത്തു. വരുൺ ചക്രവർത്തിയുടെ 13ാമത്തെ ഓവർ കുശാൽ പെരേര വിക്കറ്റ് എടുക്കുന്നു. ഇന്ത്യയെ മാച്ചിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. 16ാമത്തെ ഓവറിൽ കുൽദീപ് വരുന്നു, അസലങ്കയുടെ വിക്കറ്റ് എടുക്കുന്നു, ഇന്ത്യക്ക് മാച്ച് തിരിച്ചു കൊടുക്കുന്നു. 17ാമത്തെ ഓവർ അർഷ്ദീപ് സിംഗ് വരുന്നു, കമന്റു മെൻഡിസിന്റെ വിക്കറ്റ് എടുത്ത് ടീമിനെ വിജയിപ്പിക്കുന്നു. 19ാമത്തെ ഓവർ വളരെ ക്രൂഷ്യൽ ആയിരുന്നു അർഷ്ദീപ് സിംഗിന്റെ. കേവലം 11 റൺസ് വിട്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ പവർ പ്ലേക്കകത്ത് വന്ന് 2 റൺസ് വിട്ടുകൊടുക്കുന്നു. ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തെളിയിക്കുന്ന അതേ പ്രകടനം കാഴ്ചവെക്കുന്നു അർഷ്ദീപ് സിംഗ്. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. സോ ദുബായിലെ പിച്ച് ടോസ് എന്തുമാത്രം ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണെന്ന് മനസ്സിലായില്ലേ. ഇൻ കേസ് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയാലും മാക്സിമം സ്കോർ കണ്ടെത്താൻ ശ്രമിക്കുക. ഇന്ത്യ നോക്കുവാണെങ്കിൽ ഒരു 20-30 റൺസ് കുറച്ചാണ് ഇന്ന് എടുത്തത്. അക്ഷർ പട്ടേൽ റിയലി വന്ന് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അവിടെ. അവസാനത്തെ 2 ഓവറിൽ ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ 15 ബോളിൽ നിന്ന് 21 റൺസ് എടുത്തു. ഒരു 4ഉം ഒരു 6ഉം അടിച്ചു. പക്ഷെ അവസാനത്തെ ബോളിലാണ് ഒരു 6 അടിച്ചതെന്ന് ഓർക്കണം. അല്ലെങ്കിൽ അക്ഷർ പട്ടേൽ 15 ബോളിൽ 15 റൺസേ കാണത്തുള്ളായിരുന്നു. കേവലം 2 ഓവറിൽ കൂടുതൽ കളിച്ചു. അക്ഷർ പട്ടേലിന്റെ ഫോം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ കളിയിലും ഇതേപോലെ ആയിരുന്നു. അക്ഷർ പട്ടേൽ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഈ ഒരു സമയത്താണ് സുന്ദറിനെ നമ്മൾ മിസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡർ വരുമ്പോഴത്തേന് അക്ഷർ പട്ടേലിന് ബോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് അക്ഷർ പട്ടേലിന്റെ ഫീൽഡിങ് വളരെ മോശമായിരുന്നു. റൺഔട്ടിനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അക്ഷർ പട്ടേൽ കൊണ്ട് കളഞ്ഞു. ഒരു ക്യാച്ച് കൊണ്ട് കളഞ്ഞു അക്ഷർ പട്ടേൽ. അത് ഡെത്ത് ബോൾ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ആ ക്യാച്ചും കൊണ്ട് കളഞ്ഞു, അത് തട്ടി 6ഉം കളഞ്ഞു അക്ഷർ പട്ടേൽ. സോ നോക്കുവാണെങ്കിൽ അക്ഷർ പട്ടേലിന്റെ കഴിഞ്ഞ കളി ഈ കളി നോക്കുവാണെങ്കിൽ ഓഫ് ഡേ ആയിട്ട് പോവുകയാണ്. 2 കളിയൊക്കെ ഒരു പ്ലെയർ ഓഫ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ അറിയാൻ വയ്യ അക്ഷർ പട്ടേലിന്റെ ഈ ഒരു പ്രകടനം വെച്ച്
എന്താണ് അക്ഷർ പട്ടേൽ കാണിക്കാൻ പോകുന്നത്. ബോളിങ്ങിലായാലും അക്ഷർ പട്ടേൽ വളരെ മോശമായിരുന്നു. 3 ഓവറിൽ 32 റൺസാണ് വഴങ്ങിയത്. എക്കണോമി നോക്കുവാണെങ്കിൽ 10ന് മേളിൽ. പാകിസ്ഥാനെതിരെ ഒറ്റ ഒരു ഓവറാണ് എറിഞ്ഞത്. കാരണം അവിടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് അക്ഷർ പട്ടേലിന് അവിടെ ബോൾ കൊടുക്കുന്നില്ല. ഞായറാഴ്ചത്തെ കളിയിലും സെയിം കോമ്പിനേഷനുമായിട്ടായിരിക്കും പാകിസ്ഥാൻ പോകുന്നത്, ലെഫ്റ്റ് റൈറ്റ്. ഇന്ത്യയുടെ കയ്യിൽ വേറെ ഒരു ആയുധമില്ല. സുന്ദർ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുന്ദറിനെ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. സോ ഇത് വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അക്ഷർ പട്ടേലിനെ തന്നെ ക്യാരി ചെയ്യേണ്ടതായിട്ട് ഒരു അവസ്ഥ ഇന്ത്യൻ ടീമിന് വരുന്നു. സെലക്ഷന്റെ ഫസ്റ്റ് പാളിച്ച ഇവിടെ. റിങ്കു സിംഗ് ബെഞ്ചിൽ ഇരിപ്പുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഗൗതം ഗംഭീറിന്റെ കൂട്ടുകാരനായ റാണയെ കൊണ്ടുവന്ന് കണ്ടില്ലായിരുന്നു. 4 ഓവറിൽ 54 റൺസാണ് റാണ വഴങ്ങുന്നത്. ഒരു വിക്കറ്റ് എടുത്തു. എന്തായാലും ഒരു ഇമ്പോർട്ടന്റ് വിക്കറ്റ് ആയിരുന്നു അത്. സത്യം പറഞ്ഞ നിസ്സംഗയുടെ അവസാനത്തെ ഓവറിൽ എടുത്ത ഒരു വിക്കറ്റ് അതാണ് കളിയെ തിരിച്ചത്. പക്ഷെ കളി അവിടെ കൊണ്ടുപോയി. 4 ഓവറിൽ 54 റൺസ്. എക്കണോമി നോക്കുവാണെങ്കിൽ 13ന് മേളിൽ. സോ സുന്ദർ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അക്ഷർ പട്ടേലിന് പകരം, അക്ഷർ പട്ടേലിന്റെ ഫോം നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഓഫ് ഫോമായിട്ട് തോന്നുന്നു. കഴിഞ്ഞ കളിയിൽ ഓഫ്, ഈ കളിയിൽ ഓഫ്. ഒരു റൺ ഔട്ട് ചാൻസ് കൊണ്ട് കളയുന്നു. ബാറ്റിംഗ് ഒരു 20-30 റൺസ് കൂടുതൽ എടുക്കാമായിരുന്നു ഇന്ത്യക്ക്. രാത്രിയിലാണെങ്കിൽ ഡ്യൂ ഉണ്ട്. ഇന്ത്യയുടെ ബോളർമാർക്ക് നോക്കുവാണെങ്കിൽ ഗ്രിപ്പ് കിട്ടുന്നില്ലായിരുന്നു, ടേണ് കിട്ടുന്നില്ല, ബ്രേക്ക് കിട്ടുന്നില്ല പിച്ചിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാക്സിമം സ്കോർ എടുക്കാൻ ശ്രമിക്കുക. എല്ലാ കളിയും വൺ സൈഡഡ് ആയിട്ട് പോകത്തില്ല. ചേസ് ചെയ്യാൻ കഴിയുന്ന ടീമുകളുണ്ട്. ശ്രീലങ്കയെ കൂട്ട് അവർ വന്ന് കളിച്ച പെർഫോമൻസ് കണ്ടില്ലേ. പിന്നെ സൂര്യകുമാർ യാദവ് 13 ബോളിൽ നിന്ന് 12 റൺസ് എടുക്കുന്നത്. കേവലം 2 ഓവർ കളിച്ചു 12 റൺസാണ് സൂര്യകുമാർ യാദവിന് എടുക്കാൻ കഴിയുന്നത്. സ്വീപ് ഷോട്ട് കളിക്കാൻ പോകുന്നു. ലെഗ് ബിഫോർ ആയിട്ട് സൂര്യകുമാർ യാദവിന് കയറിപ്പോണ്ടി വരുന്നു. അസരംഗെ, സൂര്യകുമാർ യാദവിന്റെ സ്വീപ് ഷോട്ട് നമുക്കറിയാം എത്ര സൂപ്പറായിട്ടാണ് കളിക്കുന്നത്. 5 വെറൈറ്റി ഓഫ് സ്വീപ് ഷോട്ട് കളിക്കാൻ കഴിയുന്നുള്ളൊരു പ്ലെയറാണ് സൂര്യകുമാർ യാദവ്. ഇന്ന് വരുന്നു, സ്വീപ് ഷോട്ട് കളിക്കാൻ നോക്കുന്നു, ലെഗ് ബിഫോർ ആയിട്ട് കയറിപ്പോകുന്നു, റിവ്യൂയും കൊണ്ട് കളഞ്ഞു, വിക്കറ്റും കൊണ്ട് കളഞ്ഞ് 2 ഓവറും അവിടെ കൊണ്ട് കളഞ്ഞു സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ എന്നൊരു ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ ഈ സീരീസിൽ വളരെ ഫെയിലിയർ. ഒറ്റ ഒരു ഇന്നിങ്സിലാണ് പാകിസ്ഥാനെതിരെ കളിച്ചത്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ സൂര്യകുമാർ കളിക്കുന്നില്ല. സൂര്യകുമാറിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴത്തേന് എന്തോ ഒരു പ്രഷറിലോട്ട് സൂര്യകുമാർ യാദവ് പോകും. സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് എന്തുവാ, ഇങ്ങോട്ട് വരുന്നു, സൂര്യകുമാറിന്റെ ഇതിൽ ഫ്ലിക്ക് അടിക്കുന്നു, ഫസ്റ്റ് തന്നെ ബൗണ്ടറി അടിച്ച് സൂര്യകുമാർ യാദവ് തുടങ്ങും. പക്ഷേ സൂര്യകുമാർ യാദവ് എനിക്ക് തോന്നുന്നു വേറെ ഒരു ക്രിക്കറ്റ്, ഒരു ക്യാപ്റ്റൻ ഇന്നിങ്സ് ഒക്കെ കളിക്കാൻ പോകുന്നു, പ്രഷർ എടുക്കുന്നു, ഔട്ട് ആവുന്നു. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ലോവിഷ് ആയിട്ടുള്ള ഒരു പിച്ചിൽ സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ, റെക്കോർഡ് നോക്കുവാണെങ്കിൽ വളരെ മോശമാണ്. സൂര്യകുമാർ യാദവിന് മുംബൈയിലെ കൂട്ടെ വാങ്കഡയിലെ പോലെ ഒരു പിച്ചൊക്കെ വേണം. ഒരു ബൗൺസ് കിട്ടുന്ന ഒരു പിച്ച്, സ്പീഡ് കിട്ടുന്ന ഒരു പിച്ച്, ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാൻ കഴിയും സൂര്യകുമാർ യാദവിന്. 360 ഷോട്ടൊക്കെ ഈസി ആയിട്ട് കളിക്കാൻ കഴിയും. ഒരു ഫാസ്റ്റ് ട്രാക്കിൽ ഒരു സ്പീഡ് കിട്ടുന്ന, ഫാസ്റ്റ് ബോളർമാർക്ക് അസിസ്റ്റൻസ് കിട്ടുന്ന ഒരു വേഗതയേറിയ പിച്ചിൽ സൂര്യകുമാർ യാദവിന്റെ ഷോട്ട് എഫക്റ്റീവാണ്. പക്ഷേ ഒരു സ്ലോയിഷ് ആയിട്ടുള്ളൊരു പിച്ചിൽ വരുമ്പോഴത്തേന് സൂര്യകുമാർ യാദവ് സ്ട്രഗിൾ ചെയ്യുന്നു. അത് പിന്നെയും കാണാൻ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇന്നൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, പറ്റിയൊരു പിച്ചായിരുന്നു. പക്ഷേ പെർഫോമൻസ് ഇല്ല. ഫൈനലെങ്കിലും നല്ലൊരു പെർഫോമൻസ് സൂര്യകുമാർ യാദവിന് കാഴ്ചവെക്കാൻ കഴിയട്ടെ. പിന്നെ ശുഭ്മാൻ ഗില്ലും ഫെയിൽ ആവുന്നു. നല്ലൊരു സ്റ്റാർട്ട് കിട്ടി, ഒരു ബൗണ്ടറിയൊക്കെ അടിച്ചു അവിടെ, എന്നാൽ സ്കോറിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. തീഷ്ണയുടെ മുമ്പിൽ കീഴടങ്ങുന്നതായിട്ട് നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക സൂപ്പർ 3 ക്യാച്ച് പിടിച്ചു. ഗില്ലിന്റെ ഒരു ക്യാച്ച് എടുക്കുന്നത് കണ്ടു. ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്യാച്ച് ക്രൂഷ്യലായിട്ട് ഒരു ക്യാച്ചായിരുന്നു. സഞ്ജു സാംസന്റെ അസലങ്ക പിടിച്ച ഒരു ക്യാച്ച് ക്രൂഷ്യൽ ക്യാച്ചായിരുന്നു. സോ നോക്കുകയാണെങ്കിൽ ഫീൽഡിങ്ങിൽ നല്ല സൂപ്പറായിരുന്നു ശ്രീലങ്ക. ബാറ്റിങ്ങിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്കൊക്കെ ആവർത്തിച്ചു എങ്കിലും പഴയതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, 1 ആൻഡ് ഓൺലി അഭിഷേക് ശർമ്മ കണ്ടിന്യൂസ് ആയിട്ട് 3 ഹാഫ് സെഞ്ചുറി നേടുന്നു അഭിഷേക് ശർമ്മ. എന്നാ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. ആദ്യമേ തുഷാരയുടെ മുമ്പിൽ ഒന്ന് വിറച്ചു. തുഷാര വന്ന് കറക്റ്റ് ബോഡി ടു ബോഡി എറിയുമായിരുന്നു, കറക്റ്റ് കാലിൽ യോക്കർ ലെങ്ത് ക്ഷമയോടെ കളിച്ചു. തൻ്റെ കംഫർട്ട് സോണിലോട്ട് ബോൾ വന്നപ്പോഴത്തേന് അറ്റാക്ക് ചെയ്ത് കളിച്ചു. ഞാൻ ആലോചിക്കുമായിരുന്നു എങ്ങനായിരിക്കും അഭിഷേക് ശർമ്മയ്ക്കെതിരെ ഒരാൾ ബോൾ ചെയ്യേണ്ടത്. 5ാമത്തെ ഓവർ ചമീരെ ബോൾ ചെയ്യാൻ വരിക. ചമീരെ ബോൾ ചെയ്യാൻ വരുന്നത് ബോഡി ടു ബോഡിയിൽ ബോൾ ചെയ്യുന്നു. അല്പം ഗ്രീസിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ലോങ് ഓണിന്റെ മേലിൽ കൂടെ അടിക്കും, ലോങ് ഓഫിന്റെ മേലിൽ കൂടെ അടിക്കും. ഇനി ഷോർട്ട് ബോൾ എറിയുവാണെങ്കിൽ ഫൈൻ ലെഗിന്റെ മേലിൽ കൂടെ അടിക്കുന്ന കാണാം. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ എറിയുവാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ട് എഡ്മാന്റെ മേലിലൂടെ 4 അടിക്കുന്ന കാണാം. എന്നാ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എവിടെ എറിഞ്ഞാലും അടിക്കും. ബോഡി ടു ബോഡി എറിയുമ്പോഴത്തേനും അഭിഷേക് ശർമ്മ നേരത്തെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ബോഡി ടു ബോഡി എറിയുമ്പോഴത്തേനും ഗ്രീസിൽ നിന്ന് അല്പം മൂവ് ചെയ്ത് എങ്ങോട്ടാണോ അടിക്കേണ്ടത് അങ്ങോട്ട് കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നു അഭിഷേക് ശർമ്മ. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അഭിഷേക് ശർമ്മ എന്ന് വന്നിട്ട് 31 ബോളിൽ നിന്ന് 61 റൺസ് എടുക്കുന്നു. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു. 8 4ഉം 2 6ഉം. അഭിഷേക് ശർമ്മയുടെ 6 ഓവറാണ് 71 റൺസ് എന്ന പവർ പ്ലേയിൽ നമ്മൾ എത്തിച്ചത്. ഈ മത്സരം ഇന്ന് ജയിക്കാനുള്ള കാരണം അഭിഷേക് ശർമ്മ തന്നെയാണ്. അഭിഷേക് ശർമ്മ തുടങ്ങി വെച്ച ആ ഒരു സ്റ്റാർട്ട് അതാണ് നമുക്ക് ഈ 202 റൺസ് എത്താൻ കഴിഞ്ഞത്. സോ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇത്രയും കളി ജയിച്ചത് അഭിഷേക് ശർമ്മയുടെ ഒരു മികവിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അഭിഷേക് ശർമ്മ പവർ പ്ലേയിൽ റൺസ് കണ്ടെത്തി തന്നു, നമ്മൾ വിജയിച്ചു. പൊന്നു മോനെ, ഫൈനലിലും ഇങ്ങനെ തന്നെ കളിച്ചേക്കണേ. എല്ലാവരെയും ഒന്നും നമുക്ക് വിശ്വാസമില്ല. 2 3 പ്ലേയേഴ്സ് നോക്കുവാണെങ്കിൽ ബാറ്റിങ്ങിൽ ഔട്ട് ഓഫ് ഫോമിലാണ്. ഒരു ഋതവും ഇല്ലാത്ത രീതിയിലാണ് അവർ ബാറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും കോൺഫിഡൻസ് ഉള്ളത് അഭിഷേക് ശർമ്മയാണ്. പിന്നെ ചേട്ടൻ ഇന്ന് വന്നിട്ട് സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു സഞ്ജു സാംസൺ. എല്ലാവരുടെയും വായ അടപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. ഇന്നൊരു അവസരം കിട്ടി, നമ്പർ 5 വന്നിട്ട് സൂപ്പർ ബാറ്റിങ്.
ബൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, സിംഗിൾ എടുക്കുന്നു, ഡബിൾ എടുക്കുന്നു. തൻ്റെ കംഫർട്ട് സോണിലോട്ട് വന്നപ്പോഴത്തേന് അസരങ്ക 2 6 സ്ട്രൈറ്റിൽ സൂപ്പർ. ഞാൻ വിചാരിച്ചു അടുത്ത ഒരു ഇർഷാദ് ഹുസൈൻ ആവാൻ പോവാണ് അസരങ്കയെന്ന്. പക്ഷെ അസരങ്കയ്ക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടു പോയി. നല്ലൊരു ഫോമിലായിരുന്നു, നല്ലൊരു ടച്ചിലായിരുന്നു സഞ്ജു സാംസൺ എന്ന്. നല്ലൊരു കോൺഫിഡൻസും കാണാൻ കഴിച്ചു സഞ്ജു സാംസന്റെ ആ ഒരു മുഖത്ത്. സോ നമ്പർ 5 വന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നു. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് തന്നെയാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസന്റെ ആ ഒരു ഫോം ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഫോം തന്നെയാണ്. പിന്നെ തിലക് വർമ്മയുടെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ്, ബൗണ്ടറി കണ്ടെത്തേണ്ടടുത്ത് ബൗണ്ടറി കണ്ടെത്തുന്നു, നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. രണ്ടുപേരും കൂടെ ചേർന്നു. തിലക് വർമ്മ നോക്കുകയാണെങ്കിൽ 49 റൺസ് എടുക്കുന്നു, ഏകദേശം 145 സ്ട്രൈക്ക് റേറ്റ്, 4 4 1 6 അടിച്ചു. തിലക് വർമ്മയുടെ റോൾ നോക്കുകയാണെങ്കിൽ വളരെ ക്രൂഷ്യലായിരുന്നു. വിക്കറ്റ് കൊണ്ട് കളയാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് നല്ലൊരു പെർഫോമൻസ് തിലക് വർമ്മ കാഴ്ചവെക്കുന്നു. ഒരു ഫ്യൂച്ചർ ഫോർ ഇന്ത്യ തിലക് വർമ്മ. നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫീൽഡിംഗ് ഇപ്പോഴും മോശമാണ്, ഒരു കൺസേൺ ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ബാറ്റർ ശിവൻ ദുബെ ടീമിലേക്ക് ആഡ് ചെയ്യുമോ അതോ ഹർഷ്ദീപ് സിംഗിനെ ആഡ് ചെയ്യുമോ എന്ന് അറിയത്തില്ല. ഇന്നത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു 20 റൺസ് ഒരു 30 റൺസ് കണ്ടെത്താൻ കഴിഞ്ഞേനെ. പക്ഷേ ഈ ഒരു ബാറ്റ്സ്മാൻമാരെ വെച്ചിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. റിങ്കു സിംഗിനെ ആഡ് ചെയ്യുമോ ശിവൻ ദുബെ ആഡ് ചെയ്യുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്പർ 8 വരെ ഇന്ത്യക്ക് ഒരു ബാറ്റിംഗ് വേണം. കാരണം സൂര്യകുമാറിന്റെ ഫോം, അക്ഷർ പട്ടേലിന്റെ ഫോം, ഇതൊക്കെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ തന്നെയാണ്. ശുഭ്മൻ ഗിൽ എല്ലാ കളിയിലും കളിക്കുന്നില്ല, ഹാർദിക് പാണ്ഡ്യയ്ക്ക് എല്ലാ കളിയിലും കളിക്കാൻ കഴിയുന്നില്ല. സോ അതൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു നമ്പർ 8 നമുക്കൊരു ബാറ്റ്സ്മാൻ തന്നെയാണ് വേണ്ടതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിലൊരു മോശം സാഹചര്യത്തിലാണെങ്കിൽ ഇന്ത്യക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ ഒരു ബാഡ് ഡേ ആവട്ടെ, ഞായറാഴ്ച നല്ലൊരു പെർഫോമൻസ് ടീം ഇന്ത്യ കാഴ്ചവെക്കട്ടെ.